ഇന്നത്തെ നമ്മുടെ മൂവി ദ ഗുഡ് നഴ്സ് 2021 റിലീസ് ചെയ്ത ക്രൈം ത്രില്ലർ അമേരിക്കൻ ഡ്രാമ ഫിലിം. ആക്ച്വലി ഇത് ബേസ്ഡ് ഓൺ ട്രൂ സ്റ്റോറിയാണ്. സാധാരണ ഒരു പാറ്റേണിൽ ഒരേ സ്ഥലത്ത് വെച്ച് ഒരാൾ ഒരു കൊലപാതകം ചെയ്താൽ നമ്മൾ അയാളെ സൈക്കോ കില്ലർ എന്നും സീരിയൽ കില്ലർ എന്നൊക്കെ വിളിക്കും അല്ലേ. ഇവിടെ ചാർലസ് കില്ലർ എന്ന കൊലയാളി ഒന്നും രണ്ടും അല്ല, 400-ലധികം രോഗികളെ ഇൻസുലിൻ കുത്തിവെച്ച് കൊലപ്പെടുത്തി. ഇയാളെ എല്ലാവരും വിളിക്കുന്നത് കില്ലർ നേഴ്സ് എന്നാണ്. 2003 ലോകം മുഴുവൻ നടുക്കിയ സീരിയൽ കില്ലറുടെ റിയൽ സ്റ്റോറിയാണ് നമ്മൾ ഈ മൂവിയിലൂടെ കാണാൻ പോകുന്നത്. മൂവിയുടെ ഓപ്പണിംഗ് സീനിൽ തന്നെ ബേസ്ഡ് ഓൺ ട്രൂ സ്റ്റോറി എന്ന് എഴുതി കാണിക്കാണ്. സോ ഇപ്പം നമ്മൾ കാണാൻ പോകുന്നത് വെറും കഥയല്ല, ശരിക്കും നടന്ന സംഭവങ്ങളാണ്. ആരോ ഒരാളുടെ കാലം മാത്രം കാണിക്കുന്നു. ഏതോ പേഷ്യൻ്റാണ്. നഴ്സും ഡോക്ടേഴ്സും അയാളെ രക്ഷപ്പെടുത്താൻ മാക്സിമം നോക്കുന്നുണ്ട്. ബട്ട് എന്നാലും അല്പനേരത്തിനുള്ളിൽ മരണപ്പെടുന്നു. പേഷ്യൻറ്റിൻ്റെ മരണം വേദനയോടെ ഒരു നഴ്സ് നോക്കിക്കാണുന്നത് കാണിച്ച് മൂവിയുടെ നെയിം കാണിക്കാണ് ദ ഗുഡ് നഴ്സ്. ഇപ്പോൾ നമ്മുടെ പടത്തിലെ ഹീറോയിനെ കാണിക്കുന്നു എമി. ഇവൾ ആക്ച്വലി ഒരു ഹോസ്പിറ്റലിൽ നഴ്സായി വർക്ക് ചെയ്യുന്നു. എല്ലാ പേഷ്യൻസിനെയും ഭയങ്കര കെയർ എടുത്ത് ശ്രദ്ധിക്കുന്ന ഒരു ടൈപ്പാണ്. സോ ഹീറോയിന് മുകളിലുള്ള ഒരു ഹെഡ് നഴ്സ് വർക്ക് പ്രഷർ കൂടുതലായതുകൊണ്ട് അവൾക്ക് എക്സ്പീരിയൻസ് ഉള്ള ഒരു നഴ്സിനെ ഹെൽപ്പിന് വയ്ക്കാമെന്ന് ഹെഡ് നഴ്സ് പറഞ്ഞ് സംസാരിക്കുന്നു. ഈ ഹെഡ് നഴ്സ് ആരെ പറയണമെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? മൂവിയുടെ സ്റ്റാർട്ടിങ് സീനിൽ ഒരു മെയിൽ നഴ്സിനെ കാണിച്ചില്ലേ, അദ്ദേഹത്തിന് തന്നെ. യെസ്, ആക്ച്വലി അതാണ് നമ്മുടെ ഹീറോ കേട്ടോ. അത് കഴിഞ്ഞ് ഹീറോയിൻ കോമയിൽ കിടക്കുന്ന ഒരു പേഷ്യൻറ്റിനെ നോക്കുന്ന സമയത്ത് ഇവൾക്ക് പെട്ടെന്ന് നെഞ്ചുവേദന വരാണ്. ആ വേദനയും വെച്ച് വീട്ടിൽ പോയി തൻ്റെ മക്കളെ നോക്കാനായിട്ട് ഒരു വയസ്സായ ലേഡി അപ്പോയിൻറ്റ് ചെയ്തിരുന്നു. സോ അവർ ക്യാഷ് വാങ്ങിയിട്ട് തിരിച്ച് അവർ പോവാണ്. ഹീറോയിൻ ആക്ച്വലി സിംഗിൾ മദറാണ്. ഹസ്ബൻഡ് എന്ന ക്യാരക്ടറിനെ ഈ സിനിമയിൽ ഒട്ടും തന്നെ കാണിക്കുന്നില്ല. പിന്നീട് ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് വേറൊരു ഹോസ്പിറ്റലിൽ പോയിട്ട് ഹാർട്ട് പെയിൻ്റെ കാരണം എന്താണെന്ന് ECG ഒക്കെ എടുത്ത് നോക്കാണ്. ചെക്കപ്പിൽ ഹാർട്ട് വീക്കാണെന്ന് ഡോക്ടർ പറയുന്നു. സത്യത്തിൽ ഇത് അവൾക്ക് അറിയാം, എന്നാലും വർക്ക് പ്രഷറും കുട്ടികളെ വളർത്തണ്ടേ. സോ അതിനായി അവൾക്കായി ഒരു ടൈം അവൾ കണ്ടെത്താൻ പറ്റുന്നില്ല. ഡോക്ടറിനോട് ഇതൊക്കെ തുറന്ന് സംസാരിക്കാണ്. ബട്ട് ഡോക്ടർ എന്താ പറയണതെന്ന് വെച്ചാൽ ഇനിയും 3 മാസത്തിനുള്ളിൽ ഹാർട്ട് ട്രാൻസ്പ്ലാന്റ് ചെയ്യണം, ഹൃദയം മാറ്റി വേറൊരു ഹൃദയം എടുത്ത് വെക്കണം, ഇല്ലെങ്കിൽ കോംപ്ലിക്കേറ്റഡ് ആവും. സോ ഇത് കേട്ടതും ഇവളാണെങ്കിൽ ഇപ്പോൾ കയ്യിൽ ക്യാഷ് ഇല്ല, ഹെൽത്ത് ഇൻഷുറൻസും ഇല്ല. മിനിമം ഒരു 1 ഇയർ എങ്കിലും ഞാൻ ആ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്താലേ ഹെൽത്ത് ഇൻഷുറൻസ് അവരെനിക്ക് തരുള്ളൂ. സോ അതുകൊണ്ട് കുറച്ച് ലേറ്റ് ആവും, അതിനുശേഷം ഞാൻ വന്ന് അഡ്മിറ്റ് ആവാം, ഹീറോയിൻ പറയാണ്. അതിന് ഡോക്ടറും ആവശ്യത്തിന് അഡ്വൈസൊക്കെ കൊടുത്തിട്ട് അവൾ പറഞ്ഞു വിടുന്നു. പാവം വിഷമിച്ച് കാർ ഓട്ടിച്ച് തിരിച്ചു പോവാണ്. പിറ്റേന്ന് ഹെഡ് നേഴ്സ് പറഞ്ഞ സീനിയർ നേഴ്സ് വന്ന് ജോയിൻ ചെയ്യാണ്. ഇതാണ് നമ്മുടെ ഹീറോ. ഞാൻ ആദ്യം പറഞ്ഞില്ലേ, അയാൾ തന്നെ. ഇവന് 10 വർഷത്തിന് മുകളിൽ എക്സ്പീരിയൻസ് ഉണ്ട്. പതിയെ പതിയെ ഹീറോയും ഹീറോയിനും ഒരു നല്ല ഫ്രണ്ട്ഷിപ്പ് ബോണ്ട് അവിടെ ക്രിയേറ്റ് ആവുന്ന പോലെ നമുക്ക് കാണാൻ പറ്റും. പേഷ്യൻസ് എല്ലാവരോടും ഇവന് നല്ല സംസാരം, നല്ല ബിഹേവിയർ, എല്ലാവരോടും ഭയങ്കര കെയർ എടുത്തുള്ള സംസാരം, അതൊക്കെ കൊണ്ട് ഹീറോയിനും അവിടെയുള്ള എല്ലാവർക്കും ഇവന് ഒരുപാട് ഇഷ്ടമായി. ഇങ്ങനെ ദിവസങ്ങൾ കടന്നു പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്നൊരു ദിവസം ഹീറോയിന് അതേ നെഞ്ചുവേദന വന്നതും ശ്വാസം വിടാൻ പറ്റുന്നില്ല. ഉടനെ ഹീറോ ഓടി ചെന്നിട്ട് ഇവൾക്ക് വേണ്ടുന്ന ഹെൽപ്പൊക്കെ ചെയ്ത് കൊടുത്ത് നന്നായിട്ട് കെയർ എടുത്ത് നോക്കാണ്. അപ്പോഴാണ് തനിക്ക് ഹാർട്ട് വീക്കാണെന്നും ഉടനെ തന്നെ ഹാർട്ട് മാറ്റിവെക്കേണ്ടി വരുമെന്നും പറയുന്നത്. ഇതിനെപ്പറ്റി ഹോസ്പിറ്റലിൽ വേറെ ആരോടും പറയരുതെന്നും ഹീറോയ്ക്ക് പറയുന്നു. ഇപ്പോൾ ഇവർ രണ്ടുപേരും ഒരു നല്ല അണ്ടർസ്റ്റാൻഡിങ്ങിൽ വന്നതായും കാണിക്കുന്നു. വീണ്ടും കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ് പ്രശ്നത്തിൻ്റെ ആരംഭ സൈറൻ പോലെ ഓൾറെഡി കോമയിൽ കിടന്ന ഒരു പേഷ്യൻ്റ് മരണപ്പെടുന്നു. അത് ആക്ച്വലി ഹീറോയിൻ നോക്കിയ ഒരു അമ്മൂമ്മയാണ്. അങ്ങനെ ഇവർ രണ്ടുപേരും ആ ബോഡി ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഹീറോ ഒരു കാര്യം പറയുന്നു. എൻ്റെ അമ്മയും ഇതുപോലെ ആയിരുന്നു, വർഷങ്ങളോളം കോമയിൽ കിടന്നു. പെട്ടെന്നൊരു ദിവസം എൻ്റെ അമ്മ മരിച്ചുപോയി. ഞാൻ ഓടി വന്ന് നോക്കുമ്പോൾ ഭയങ്കര കെയർലെസ് ആയിട്ട് ഏതോ ഒരു മൂലയിൽ അനാഥ ശവത്തെ പോലെ തൂക്കിയിട്ടിരിക്കുന്നു. അത് കണ്ടതും ഞാനാണ് അമ്മയുടെ ബോഡി ക്ലീൻ ചെയ്ത് ഭംഗിയായി അടക്കം ചെയ്തത്. എനിക്ക് ഇത് ചെയ്യാൻ ഇഷ്ടമാണ്, നിങ്ങൾക്ക് ഞാനിത് ചെയ്യും. ഇങ്ങനെ ആ ബോഡിയോട് സംസാരിച്ച് നന്നായി ക്ലീൻ ചെയ്തും കൊടുക്കുകയാണ്. ആക്ച്വലി ഇതൊക്കെ നമ്മുടെ ഹീറോയിൻ കേട്ടുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെ വീണ്ടും ദിവസങ്ങൾ കടന്നുപോയി. പെട്ടെന്നൊരു ദിവസം ഹീറോയിനും ഹീറോയും വർക്ക് ചെയ്യുന്ന അതേ ഹോസ്പിറ്റലിലെ മാനേജ്മെൻറ്റിൽ നിന്ന് പോലീസിനൊരു കേസ് പോകുന്നു. അതിനെക്കുറിച്ച് സംസാരിക്കാൻ പോലീസ് സ്റ്റേഷനിൽ നിന്നും ഉയർന്ന ഉദ്യോഗസ്ഥന്മാർ വന്നിട്ടുണ്ട്. ഞങ്ങൾക്ക് ഒരു പേഷ്യൻ്റ് ഇവിടെ ഡെഡായി, സോ ആ മരണത്തിനോട് ചില സംശയങ്ങളുണ്ട്.
എങ്ങനെയൊക്കെ കൂട്ടിക്കഴിച്ച് നോക്കിയിട്ടും ആ ഫോൾട്ട് എങ്ങനെ നടന്നുവെന്ന് ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. ആരെങ്കിലും വാണ്ടഡായി ചെയ്തതാണോ എന്ന് അന്വേഷിക്കണം. ഇങ്ങനെ മാനേജ്മെൻറ്റ് ഡയറക്റ്റായി പറഞ്ഞതും ഓഫീസേഴ്സ് ഓക്കെ, ഇത് എത്ര ദിവസം മുൻപ് നടന്നതാണ്? ഒരു 1 മന്തെങ്കിലും ആയിട്ടുണ്ടാവും. എന്തുകൊണ്ട് ഇത്ര ലേറ്റായി റിപ്പോർട്ട് കൊടുക്കുന്നത്? ഇങ്ങനെ കേട്ടതും ഇവർ അതിനൊരു മറുപടിയും പറയുന്നില്ല. ആക്ച്വലി കുറച്ച് ദിവസം മുൻപ് കോമയിൽ കിടന്ന ഒരു മുത്തശ്ശി മരിച്ചില്ലേ, ആ കേസിലാണ് ഇവർക്ക് ഡൗട്ട്. ബോഡി ഓൾറെഡി അവർ കത്തിച്ചു കളഞ്ഞു. സോ അതിനെ ഒന്നും ടെസ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇത് പോലീസിന് സംശയം ഉണ്ടാക്കുന്നത് കാരണം ആക്ച്വലി ഇവിടെ നടക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരു ഹോസ്പിറ്റലിൽ പേഷ്യൻ്റ് സംശയാസ്പദമായി മരണപ്പെട്ടാൽ ഫാമിലിയിലുള്ള ആരെങ്കിലും ഒരാൾക്ക് ഡൗട്ട് തോന്നിയാൽ തന്നെ കേസ് കൊടുക്കുകയാണെങ്കിൽ ഹോസ്പിറ്റലിൻ്റെ റെപ്യൂട്ടേഷനെ അത് ബാധിക്കും. ഇത് അവർ പുറത്ത് വിടത്തില്ല. സോ മാനേജ്മെൻറ്റ്സ് സെൽഫിഷായി തിങ്ക് ചെയ്യുന്നത് കൊണ്ടാണ് 100-50% മരണങ്ങളുടെയും ഉറവിടം സാധാരണക്കാരായ ജനങ്ങളുടെ ഇടയിൽ അറിയാൻ ഇടയാക്കാത്തത്. ഒരു കേസും വരാത്തക്ക വിധത്തിൽ മൂടി മറയ്ക്കാണ്. ഓക്കെ, വീണ്ടും കഥയ്ക്കുള്ളിൽ പോവാം. സോ ഓഫീസേഴ്സ് ആ മുത്തശ്ശി മരണപ്പെട്ട ദിവസം ആ നേരത്ത് നേഴ്സായി വർക്ക് ചെയ്തത് നമ്മുടെ ഹീറോയിൻ ആൻഡ് ഹീറോ ആണ്. സോ ആദ്യ മൂവ്മെൻ്റായി ഇവരെ രണ്ടുപേരെയും കുറിച്ച് അന്വേഷിക്കാൻ തുടങ്ങുന്നു. സോ അങ്ങനെ ഇവരുടെ ഇൻവെസ്റ്റിഗേഷനിൽ ഹീറോയിൻ്റെ സൈഡിൽ നിന്നും ഒരു ഡൗട്ടും വരുന്നില്ല. ഓൾ ക്ലിയർ ആണ്. ബട്ട് ഹീറോയുടെ സൈഡ് ചെക്ക് ചെയ്യുമ്പോഴാണ് വലുതായിട്ട് ഡീറ്റെയിൽ ഒന്നും കിട്ടുന്നില്ല. ബട്ട് പഴയ ഒരു കേസ് ഡീറ്റെയിൽസ് എടുത്ത് വെച്ച് നോക്കുമ്പോൾ ഇവൻ ഓൾറെഡി കുറേ ഹോസ്പിറ്റലിൽ നേഴ്സായി വർക്ക് ചെയ്തിട്ടുണ്ട്. സോ എല്ലാ ഹോസ്പിറ്റലിൽ നിന്നും ഇവനെ പറ്റി കോണ്ടാക്റ്റ് ചെയ്ത് നോക്കുന്നുണ്ടെങ്കിലും അവർ ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയുന്നില്ല. അതേസമയം ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ് അവിടെ വർക്ക് ചെയ്യുന്ന എല്ലാ നേഴ്സിനെയും വിളിച്ചു വരുത്തി ഒരു മീറ്റിംഗ് ഒന്ന് വെക്കാണ്. എന്നിട്ട് ഞങ്ങളുടെ പെർമിഷൻ ഇല്ലാതെ പോലീസുകാരോട് ആരെങ്കിലും പേഷ്യൻറ്റിനെ പറ്റി കേട്ടാൽ ഒന്നും പറയാൻ പാടില്ല. അഥവാ പറഞ്ഞാൽ പിന്നീട് ഇവിടെ തുടർന്ന് ജോലി ചെയ്യണോ വേണ്ടയോ എന്ന് ഞങ്ങൾ ആലോചിക്കും. ഇങ്ങനെ പറഞ്ഞ് അവിടെയുള്ള വർക്കേഴ്സിനെ ഭീഷണിപ്പെടുത്താണ് മാനേജ്മെൻറ്റ്. അടുത്തത് പോലീസ് വന്ന മാനേജ്മെൻറ്റിൻ്റെ പ്രസൻസിൽ പെർമിഷനോടെ തന്നെ ഹീറോയിനോട് ഓഫീസേഴ്സ് സംസാരിക്കുന്നു. അപ്പോൾ മാനേജ്മെൻറ്റ് ലേഡി പുറത്ത് പോയ സമയം നോക്കി ഓഫീസേഴ്സ് പേപ്പർ കാണിച്ചു കൊടുത്തിട്ട് ഈ റിപ്പോർട്ട് ഒന്ന് നോക്കി പറയാമോ എന്ന് ഹീറോയിൻ്റെ അടുത്ത് ചോദിക്കാണ്. അത് കേട്ടപ്പോൾ തന്നെ അവളും എടുത്ത് നോക്കിയിട്ട് എന്ത് പെട്ടെന്ന് ഗ്ലൂക്കോസ് അളവ് കൂടിയിരിക്കുന്നത്? ഇത് നോർമലി നടക്കാൻ ചാൻസ് ഇല്ലല്ലോ. ഇത്രയും ഹൈ ഡോസ് ഇൻസുലിൻ ഒരാളുടെ ബോഡിയിൽ കയറ്റണമെങ്കിൽ ആരെങ്കിലും വാണ്ടഡായി ചെയ്താലേ ഉള്ളൂ. സോ ഇത് മേ ബി കൊലപാതകമാകാം എന്ന് ഹീറോയിൻ ഓഫീസേഴ്സിനൊരു ഹിൻഡ് കൊടുക്കുന്നു. എന്നാലും സിസ്റ്റം എറർ ആകാമോ എന്നൊരു ചാൻസും ഇവൾ പറയുന്നുണ്ട്. ശരി, ഓക്കെ എന്ന് ഓഫീസേഴ്സ് പറഞ്ഞു വിടുന്നു. അന്ന് രാത്രി കോമയിൽ കിടന്ന മറ്റൊരു പേഷ്യൻറ്റും മരണപ്പെടുന്നു. സോ ഇത് ഹീറോയിന് താങ്ങാൻ പറ്റിയില്ല. പെട്ടെന്ന് നെഞ്ചുവേന വന്നതും ഹീറോ വന്നിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. വേണ്ടുന്ന കെയർ എടുത്തൊക്കെ നോക്കാണ്. ഹീറോയിൻ കുറേ കൂടുതൽ അയാളുമായി അടുക്കുന്നതായി നമുക്ക് മനസ്സിലാക്കാം. അതേപോലെ ഓഫീസേഴ്സ് ഹീറോയിനെ പറ്റിയുള്ള ഇൻഫോർമേഷൻസ് ഓൾമോസ്റ്റ് ഗ്യാദർ ചെയ്ത് വരാണ്. അതിനായി ഇവൻ ഓൾറെഡി നേഴ്സായി വർക്ക് ചെയ്ത ഹോസ്പിറ്റലിൽ വിളിച്ച് ഇവനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് തരാൻ പറഞ്ഞു. അപ്പുറത്തെ സൈഡിൽ നിന്നും നോ റെസ്പോൺസ്. അവരുടെ സൈഡിൽ നിന്നും എന്തെങ്കിലും റെസ്പോൺസ് കിട്ടണമെങ്കിൽ കോർട്ട് ഓർഡർ വേണമെന്ന് അവർ പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യുകയാണ്. സോ ഇവിടെ ഹീറോയെ പറ്റിയുള്ള ഡീറ്റെയിൽസ് പഴയ അവൻ വർക്ക് ചെയ്ത ഹോസ്പിറ്റലിലെ മാനേജ്മെൻറ്റ് തരാൻ റെഡിയാവുന്നില്ല എന്ന് നമുക്കിവിടെ മനസ്സിലാക്കാം. സോ ഇതും ഓഫീസേഴ്സിന് ഇവൻ്റെ മേലുള്ള ഡൗട്ട് വളരാൻ കാരണമാവാണ്. പിറ്റേന്ന് അതേ കേസ് ഡീറ്റെയിൽസിനായി മാനേജ്മെൻറ്റിനെ കാണാൻ വരുന്നു. ഓഫീസേഴ്സിന് ചില കാര്യങ്ങൾ അവരുടെ സൈഡിൽ നിന്നും തെറ്റായി ചെയ്യുന്നതായി മനസ്സിലാവുന്നു. കാരണം മരിച്ച പേഷ്യൻറ്റിൻ്റെ റെക്കോർഡ് ഡീറ്റെയിൽസ് ഒന്നും ഇവർക്ക് ഫുള്ളായിട്ട് ഓഫീസേഴ്സിന് പറയാനോ കാണിക്കാനോ താല്പര്യപ്പെടുന്നില്ല. ദേഷ്യമെന്ന് ഷൗട്ട് ചെയ്ത് ഓഫീസർ അവിടെ നിന്നും പോകുന്നു. അതിനടുത്ത ദിവസം ഒരു ഫാമിലി അതേ ഹോസ്പിറ്റലിൽ വൈഫിന് എന്തോ ഒരു പ്രോബ്ലം. സോ അതിനായിട്ട് അഡ്മിറ്റ് ആവുന്നു. ഇതേ സമയം ആ അഡ്മിറ്റായ ലേഡിക്ക് എന്തോ സർജറി നടക്കാണ്. അതിനിടയ്ക്ക് വെച്ചിട്ടും എന്ത് കാരണമെന്നറിയാതെ ആ ലേഡിയും മരണപ്പെടുന്നു. വിഷമം താങ്ങാൻ വയ്യാതെ കൈക്കുഞ്ഞിനെ കൊണ്ട് ആ ഹസ്ബൻഡ് കരയുന്നത് ഹീറോയിൻ ദയനീയമായി നോക്കി കാണുകയാണ്. ശേഷം നമ്മുടെ ഹീറോയിനെ വീട്ടിൽ പോയി പോലീസ് മീറ്റ് ചെയ്യാണ്. എന്നിട്ട് കാര്യത്തിൻ്റെ സീരിയസ്നെസ് എടുത്തു പറയുന്നു. ഇത് നോക്കൂ മാഡം, നിങ്ങളുടെ ഹോസ്പിറ്റലിൽ പുതിയതായി സീനിയർ നഴ്സ് ജോയിൻ ചെയ്തിട്ടില്ലേ? അവരുടെ വർക്കിലാണ് ഞങ്ങൾക്ക് ചില ഡൗട്ടുള്ളത്. അവൻ വർക്ക് ചെയ്ത പഴയ ഹോസ്പിറ്റലിലൊന്നും അവനെപ്പറ്റി ഡീറ്റെയിൽ ഒന്നും തരുന്നില്ല. എന്തെങ്കിലും കേട്ടാൽ പേഷ്യൻറ്റിന് ഇതൊരു പ്രോബ്ലം ആകും. സോ വർക്ക് ചെയ്യുന്നവരുടെ ഡീറ്റെയിൽസ് തരാൻ താല്പര്യമില്ല എന്ന് പറയുന്നു. ഫോൺ കട്ട് ചെയ്യാണ്.
ഓഫീസേഴ്സ് കാര്യം വ്യക്തമാക്കുന്നു. മേ ബി അവൻ്റെ പേഷ്യൻറ്റിൻ്റെ മരണത്തിന് കാരണമാകാനുള്ള എന്തോ ഒന്ന് അവൻ പഴയ ഹോസ്പിറ്റലിൽ ചെയ്തിട്ടുണ്ടോ എന്ന് ഞങ്ങൾക്ക് ഡൗട്ടുണ്ട്. സോ അതുകൊണ്ടാവും മാനേജ്മെൻറ്റ് കോപ്പറേറ്റ് ചെയ്യാത്തതെന്ന് അവർ പറയാണ്. സോ ഇതൊക്കെ ഹീറോയിന് കേൾക്കുന്നുണ്ട്. അവളോട് ഹെൽപ്പ് ചോദിക്കാണ്. ഹീറോയിനും ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞ ശേഷം ഓഫീസേഴ്സ് അവിടെ നിന്ന് പോകുന്നു. അതിനുശേഷം ഹോസ്പിറ്റലിലെത്തിയ ഹീറോയിൻ സംശയത്തിൻ്റെ കണ്ണുകൾ വെച്ചിട്ടാണ് അവനോട് നോക്കുന്നത്. ഇവൻ്റെ പഴയ റെക്കോർഡ്സ് എടുത്ത് നോക്കിയപ്പോൾ ഇവൻ വർക്ക് ചെയ്ത പഴയ ഹോസ്പിറ്റലിൽ അവളുടെ ഫ്രണ്ട് ഒന്ന് വർക്ക് ചെയ്യുന്നുണ്ട്. അവളെ മീറ്റ് ചെയ്ത് സംസാരിക്കുന്നു. ഹേയ് ഹായ്, എത്ര നാളെ കണ്ടിട്ട്, നീ എന്താ ഇപ്പോൾ ഒന്ന് കാണാമെന്ന് പറഞ്ഞത്? നമ്മുടെ ഹീറോയിൻ അതിന്, ഞങ്ങളുടെ ഈ ഹോസ്പിറ്റലിൽ കുറച്ച് കാലമായിട്ട് മരണങ്ങൾ കൂടി വരാണ്. ചാൾസ് കില്ലൻ എന്ന ഒരു നേഴ്സ് ജോയിൻ ചെയ്തിട്ടുണ്ട്. പെട്ടെന്ന് ഡെഡ് കൂടി വരാണ്. എന്തോ എനിക്ക് അവൻ്റെ മേലൊരു ഡൗട്ട് ഉണ്ട്. റെക്കോർഡ്സ് ചെക്ക് ചെയ്തപ്പോൾ നിൻ്റെ ഹോസ്പിറ്റലിലാണ് ലാസ്റ്റ് ടൈം അവൻ വർക്ക് ചെയ്തത്. ഇവനെ പറ്റി ഡീറ്റെയിൽ എന്തെങ്കിലും അറിയാൻ പറ്റുമോ? ഓ ഇവനോ? ഇവൻ ജോയിൻ ചെയ്ത തൊട്ട് ഒരു കാരണമില്ലാതെ ഹോസ്പിറ്റലിൽ പേഷ്യൻസ് മരിക്കാൻ തുടങ്ങി. സോ ഇവനാണ് കാരണമെന്ന് സംശയം തോന്നിയതോടെയാണ് മാനേജ്മെൻറ്റ് വേറെ ചില കാരണങ്ങൾ കാട്ടിയിട്ട് ഹോസ്പിറ്റലിൽ നിന്ന് അവന് പറഞ്ഞു വിട്ടത്. ഇവനുള്ളപ്പോൾ 2 ദിവസത്തിൽ ഒരു ഡേ പേഷ്യൻ്റ് ഓരോന്നായി മരിച്ചു തുടങ്ങി. ഇൻസുലിൻ അളവ് കൂടിയതാണ് പേഷ്യൻസ് മരിക്കാൻ കാരണമെന്ന് കണ്ടെത്തിയതോടെയാണ് ഇവൻ പോണ വരെ മാനേജ്മെൻറ്റ് രഹസ്യമായി ഈ കാര്യം വരെ വെച്ചിരുന്നു. ആരടുത്തും ഈ കാര്യം പറയരുതെന്ന് പറഞ്ഞ് ഞങ്ങളെ ഭീഷണിപ്പെടുത്തി. ഞങ്ങൾ ഇവനെ പറ്റി ആരോടും ഒരു ഡീറ്റെയിൽസും പറഞ്ഞില്ല. ഇവൻ പോയതിന് ശേഷം മാസത്തിൽ സാധാരണ 1-2 ഡെഡ് വീഴും, അത്രേ ഉള്ളൂ. ഇവളുടെ ഫ്രണ്ട് ഇപ്പോൾ പറഞ്ഞതുപോലെ ഇൻസുലിൻ അളവ് കൂടുന്നതും അടുത്തടുത്തായി ഡെഡ് വരുന്നതും എല്ലാം ഓൾമോസ്റ്റ് ക്ലിയർ. ബട്ട് ഇവനാണ് കൊന്നതെന്നുള്ള ആധാരമില്ല. ഹീറോയിൻ ഇതെല്ലാം ആലോചിച്ചിട്ട് ഇൻസുലിൻ അളവ് അധികമാകുന്നതിന് കാരണം എന്താണെന്ന് ചെക്ക് ചെയ്യാണ്. കെമിക്കൽ ഗ്ലൂക്കോസിൽ കയറ്റി വിട്ടാൽ മതി ഇൻസുലിൻ അളവ് ഇൻക്രീസ് ആവാൻ. സോ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ പോയി എല്ലാ ട്രിപ്സും അമുക്കി നോക്കാണ്. അപ്പോഴാണ് 2-3 ട്രിപ്സിൽ സൂചി കുത്തിയിരിക്കുന്നു. ഓട്ട വീണിട്ടുണ്ട്. യെസ്, ആരോ കെമിക്കൽ ട്രിപ്പിൽ ഇഞ്ചെക്റ്റ് ചെയ്തിട്ടുണ്ട്. ഹീറോയിൻ കണ്ടുപിടിക്കുകയാണ്. സോ ഇങ്ങനെയാണ് ഇവൻ നിറയെ പേഷ്യൻസിനെ കൊന്നത്, ഇങ്ങനെ കെമിക്കൽ ഇഞ്ചെക്റ്റ് ചെയ്തിട്ട്. ഈ സത്യമൊക്കെ മനസ്സിലായത് മയങ്ങി താഴെ വീഴാണ്. വീണ് കിടക്കുന്ന ഹീറോയിന് ട്രിപ്സൊക്കെ കൊടുത്ത് ഹെൽപ്പ് ചെയ്യുന്ന നമ്മുടെ ഹീറോ ആണ്. ഇനി ഇവനെ ഹീറോ എന്നൊന്നും വിളിക്കേണ്ട, കില്ലർ എന്ന് വിളിക്കാം. ഓക്കെ, ബെഡിൽ കിടത്തിയിരിക്കുന്നത് കൊണ്ട് തന്നെ അവൾ പിന്നെ കുറച്ചു നേരം കഴിഞ്ഞിട്ട് എണീക്കുകയാണ്. എണീച്ച ഉടനെ കാണുന്നത് ട്രിപ്സിന്. പേടിച്ച് അലറി വിളിച്ച് കയ്യിൽ നിന്ന് അതൊക്കെ എടുത്ത് ഊരി മാറ്റിയിട്ട് വീട്ടിൽ പോകണമെന്ന് പറഞ്ഞിട്ട് കരയാൻ തുടങ്ങി. അങ്ങനെ ഹീറോ ഓക്കെ നിൽക്ക് ഞാൻ നിന്നെ കൊടുന്നാക്കാന്ന് പറഞ്ഞിട്ട് അവളെ വീട്ടിൽ കൊണ്ടുവന്നാക്കാണ്. എന്നിട്ട് കുറേ ആലോചിച്ച ശേഷം അവൾ പോലീസിൽ ഈ റിപ്പോർട്ട് കൊടുക്കാൻ തീരുമാനിക്കുന്നു. അതിനായി പോലീസ് സ്റ്റേഷനിൽ വന്നിട്ട് മുഴുവൻ വിഷയങ്ങളും പറഞ്ഞ് റിപ്പോർട്ട് കൊടുക്കുകയാണ്. ട്രിപ്സിൽ ഇൻസുലിൻ കുത്തിവെച്ചാണ് കൊല ചെയ്യുന്നതെന്ന മുഴുവൻ ഡീറ്റെയിൽസും പറഞ്ഞെങ്കിലും വേണ്ടുന്ന ആധാരമോ സാക്ഷികളോ ഇല്ലാത്ത പക്ഷം പോലീസിന് നടപടിയെടുക്കാൻ കഴിയില്ലെന്ന് എടുത്തു പറയുന്നു. സൈക്കോ വർക്ക് ചെയ്ത പഴയ ഹോസ്പിറ്റൽ വായ തുറക്കുന്നില്ല. നിങ്ങളുടെ ഹോസ്പിറ്റലിൽ കേസ് ആയാൽ പേഷ്യൻറ്റിൻ്റെ റിലേറ്റീവ്സിന് കോമ്പൻസേഷൻ കൊടുക്കേണ്ടി വരുമെന്നുള്ളത് കൊണ്ട് ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റും കേസ് തള്ളി നീക്കാൻ ശ്രമിക്കുകയാണ്. ആദ്യം മരണം നടന്ന കോമ പേഷ്യൻറ്റിൻ്റെ ബോഡി കത്തിച്ച് കളഞ്ഞതുകൊണ്ട് പോസ്റ്റ്മോർട്ടം ചെയ്ത് നോക്കാൻ പറ്റില്ല. അത് കേട്ടതും ഹീറോയിൻ റീസെൻ്റ്ലി ആ വൈഫ് ഡെഡായ ആ കാര്യം എടുത്തു പറയുന്നു. അങ്ങനെ പോലീസ് അതിൻ്റെ പുറകെ ഇറങ്ങാണ്. അതിനായി എങ്ങനെയോ സംസാരിച്ച് സമ്മതിപ്പിച്ച് പോസ്റ്റ്മോർട്ടം ചെയ്യാൻ വേണ്ടിയിട്ട് ബോഡി എടുത്തുകൊണ്ട് പോകുന്നു. ഇപ്പോൾ പോസ്റ്റ്മോർട്ടം ചെയ്താൽ ഇൻസുലിൻ കുത്തിവെച്ചാണ് മരിച്ചതെന്ന് അറിയാൻ പറ്റും. എന്നാൽ ആരാണ് കുത്തിവെച്ചതെന്ന് എങ്ങനെ അറിയും? സോ അത് ഒരു പ്രോബ്ലമാണ്. ഹീറോയിൻ കമ്പ്യൂട്ടർ ചെക്ക് ചെയ്ത് കുറച്ച് ഡീറ്റെയിൽസ് എടുത്ത് ഓഫീസേഴ്സിനോട് കാണിക്കുമ്പോൾ സാധാരണ ഹോസ്പിറ്റലിൽ ഇൻസുലിൻ ആരെങ്കിലും എടുത്താൽ ആരെടുത്തെന്ന് അറിയാൻ പറ്റും. ബട്ട് സൈക്കോ ഇൻസുലിൻ എടുക്കുമ്പോൾ എടുത്തിട്ട് പെട്ടെന്ന് അടയ്ക്കുന്നുണ്ട് ഇൻസുലിൻ എടുക്കാൻ ട്രൈ ചെയ്തു എന്ന് മാത്രമേ കാണാൻ പറ്റൂ. സോ ക്യാൻസൽ എന്ന് വരും. എന്ത് പക്ക പ്ലാനിങ് ആണെന്നറിയോ? ഡ്രോയറിൽ പകുതി തുറന്ന് എടുത്തിട്ട് പെട്ടെന്ന് അടയ്ക്കുന്നതുകൊണ്ടാണ് ക്യാൻസൽ എന്ന് വരുന്നത്. എടുക്കാൻ ട്രൈ ചെയ്തു ബട്ട് ക്യാൻസൽ ആയെന്ന് കാണിക്കും. ഇത് ഒരു ആധാരമല്ല. പോലീസിന് ഇത് ഏറ്റെടുക്കാൻ പറ്റില്ല. ഹീറോയിൻ കണ്ടുപിടിച്ച ഡീറ്റെയിൽസ് നോക്കിയിട്ട് ഇവരിത് പറയാണ്. ഇനിയും എവിഡൻസ് സ്ട്രോങ് ആയി വേണമെന്ന് പറഞ്ഞ് സംസാരിക്കുമ്പോൾ ഇതേ സമയം ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ് സീനിയർ സൈക്കോവിനെ വിളിച്ചിട്ട് കുറച്ച് കാര്യങ്ങൾ പറയുന്നു. മിസ്റ്റർ ചാൾസ് കൊല്ലൻ, താങ്കൾ ഇവിടെ ജോയിൻ ചെയ്യുമ്പോൾ പറഞ്ഞത് പഴയ ഹോസ്പിറ്റലിലെ തെറ്റായ ജോയിനിങ് ഡേറ്റ് ആണ്.
സോ ഇത് ഞങ്ങൾക്ക് തെറ്റായി തോന്നിയതുകൊണ്ട് നിങ്ങളെ പിരിച്ചുവിടുന്നു. സത്യം പറയാതെ ഓരോ ജീവനെ കൊല ചെയ്തു എന്ന കാരണം പറഞ്ഞ് ഒഴിവാക്കാതെ ഹോസ്പിറ്റലിൻ്റെ റെപ്യൂട്ടേഷന് വേണ്ടി ഒരു കള്ളം പറഞ്ഞ് സൈക്കോയെ വെളിയിലാക്കുന്നു. ആക്ച്വലി മാനേജ്മെൻറ്റിന് അറിയാം ഇവനാണ് കൊല ചെയ്തതെന്ന്. സോ ഇവനും ശരി ഓക്കെ എന്ന് പറഞ്ഞിട്ട് ഹോസ്പിറ്റലിൽ നിന്നും ഇറങ്ങുന്നു. അത് വന്നിട്ട് നേരെ ഹീറോയിൻ്റെ അടുത്ത് വന്ന് പറഞ്ഞതും അവൾക്കറിയാലോ ഇവൻ കൊന്നിട്ടാണ് ഇവരിങ്ങനെ കാണിച്ചതെന്ന്. ആക്ച്വലി സത്യസന്ധമായിട്ട് തെറ്റ് ചെയ്തു എന്ന് പറയാതെ അവന് വേറെ ഏതോ കാരണം പറഞ്ഞ് ഇറക്കി വിട്ടിരിക്കുകയാണെന്ന് അവൾക്ക് നന്നായിട്ട് മനസ്സിലായി. പിറ്റേ ദിവസം പോലീസ് ഒരു ഐഡിയ കൊടുക്കുന്നു. ഇവർക്ക് ഇപ്പോൾ വേണ്ടത് എവിഡൻസ് ആണ്. ഒരു ഹോട്ടലിൽ പോയി അവൻ്റെ വായ കൊണ്ട് തന്നെ കൊലപാതക വിഷയങ്ങളൊക്കെ പറയിക്കണമെന്ന് ഓഫീസേഴ്സ് പറഞ്ഞതും അതൊരു നല്ല ഐഡിയ ആണെന്ന് മനസ്സിലായി. അങ്ങനെ നമ്മുടെ ഹീറോയിൻ കളത്തിലിറങ്ങാണ്. ഡ്രസ്സിൽ റെക്കോർഡർ ഒളിപ്പിച്ചു വെച്ച് സാധാരണ സംസാരിക്കുന്ന പോലെ നോർമലായി സംസാരിച്ച് പഴയ പേഷ്യൻസിൻ്റെ ഡീറ്റെയിൽസും മരണകാരണങ്ങളൊക്കെ ഇവൻ്റെ വായിൽ നിന്ന് തന്നെ പുറത്തെടുക്കാമെന്ന ലക്ഷ്യത്തിൽ ഓരോ കാര്യങ്ങൾ പുറത്ത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവൻ്റെ വായിൽ നിന്ന് തന്നെ സത്യം പുറത്തു കൊണ്ടുവരാൻ നോക്കുമ്പോഴൊക്കെ അവൻ ഒട്ടും തന്നെ കോപ്പറേറ്റ് ചെയ്യുന്നില്ല. പഴയ കാര്യങ്ങൾ, ആ കൊലപാതകത്തിൻ്റെ റീസൺസ്, ഇങ്ങനെ അവക്കറിയാവുന്ന ഓരോ കാര്യങ്ങൾ പറയുമ്പോഴും അവൻ അതിനൊന്നും റിയാക്ട് ചെയ്യുന്നില്ല. അവനാണോ കാരണമെന്ന ഡൗട്ടിൽ ചില കാര്യങ്ങൾ എടുത്ത് പറഞ്ഞിട്ടും അവൻ ദേഷ്യപ്പെടുന്നത് മാത്രമല്ലാതെ വേറെ റിയാക്ഷനൊന്നും അവൻ്റെ മുഖത്ത് കാണുന്നില്ല. ഒരുമാതിരി ആൾ ഡിസ്റ്റർബ് ആവാണിത് പറയുമ്പോൾ. പെട്ടെന്ന് അവൻ വേറൊരു ഹോസ്പിറ്റലിൽ ജോയിൻ ചെയ്യാൻ പോവുകയാണെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് എണീച്ചു പോയതും ഹീറോയിൻ ഡിസപ്പോയിൻറ്റഡ് ആവാണ്. അവൻ്റെ അടുത്ത് നിന്ന് ഒരു ഇൻഫോർമേഷനും വാങ്ങാൻ പറ്റിയില്ല. അതുപോലെ പോകുമ്പോൾ അവൻ എന്താ പറഞ്ഞത്, അവന് വേറൊരു ഹോസ്പിറ്റലിൽ ജോയിൻ ചെയ്യാൻ പോകണമെന്ന്. സോ ഹീറോയിൻ പോലീസിനോട് അവനെ എങ്ങനെയെങ്കിലും പിടിക്കാൻ പറഞ്ഞതും ഓഫീസേഴ്സ് പിടിച്ച് പോലീസ് സ്റ്റേഷനിൽ വെക്കാണ്. ഇത് ഇപ്പോൾ ഇവനെതിരെ ഒരു എവിഡൻസും ഇല്ല. സോ 24 മണിക്കൂർ മാത്രമേ ഇവനെ പോലീസ് സ്റ്റേഷനിൽ വെക്കാൻ പറ്റുള്ളൂ. അതിനുള്ളിൽ അവൻ്റെ വായിൽ നിന്ന് തന്നെ സത്യം പുറത്ത് കൊണ്ടുവരണം. പോലീസ് എത്ര ചോദിച്ചിട്ടും സൈക്കോയെ പോലെ അലറുന്നതല്ലാതെ ഒരു വക അവൻ്റെ വായിൽ നിന്ന് വരുന്നില്ല. സോ അവസാനം ഹീറോയിൻ തന്നെ വീണ്ടും കളത്തിലിറങ്ങാണ്. ഇനി കുറച്ച് നേരത്തിനുള്ളിൽ അവൻ റിലീസാവും. അതിനുള്ളിൽ സത്യം പുറത്ത് കൊണ്ടുവന്നേ പറ്റുള്ളൂ. സോ വന്നിട്ട് ഭയങ്കര കെയറിങ് ആയി സോഫ്റ്റായിട്ട് സ്വിറ്ററൊക്കെ ഇട്ട് കൊടുത്ത് കുറച്ച് നന്നായി സംസാരിച്ച്, നീയാണിത് ചെയ്തതെന്ന് എനിക്കറിയാം, പോലീസിനും അറിയാം, എന്നാലും നീ എന്തിനാ ഇത്രയും പേരെ കൊന്നത്? നിൻ്റെ അമ്മയുടെ അവസാന കാലം നീയല്ലേ കൂടെ ഉണ്ടായിരുന്നത്? അവർ നന്നായിട്ട് കെയർ എടുത്ത് നോക്കിയത്. അതുപോലെ എല്ലാ പേഷ്യൻറ്റിനെയും കൊന്നിട്ട് അവരുടെ ബോഡി ക്ലീൻ ചെയ്ത് തൻ്റെ അമ്മയ്ക്ക് ചെയ്ത പോലെ ചെയ്യാനല്ലേ നീ ഈ കൊലയൊക്കെ ചെയ്തത്? ഫൈനലി അവൻ ആ തെറ്റ് സമ്മതിക്കാണ്. അവൻ്റെ വായിൽ നിന്ന് തന്നെ ആ സത്യം പുറത്തു വരുന്നു. യെസ്, ഞാനാണ് ചെയ്തത്. താൻ ചെയ്ത എല്ലാ കുറ്റവും എല്ലാ കൊലപാതക കാര്യങ്ങളും അവൻ പുറത്തു കൊണ്ടുവരുന്നു. കോർട്ടിൽ പോയിട്ടും ജഡ്ജസിനോട് സത്യം പറഞ്ഞതുകൊണ്ട് മരണശിക്ഷയ്ക്ക് പകരം 16 ജീവപര്യന്തമാണ് അവന് കൊടുത്തത്. 400-ലധികം കൊലപാതകം ചെയ്തിട്ടും വെറും 24 കൊലയ്ക്ക് മാത്രമാണ് ലിസ്റ്റ് കൊടുത്തിട്ടുള്ളത്. ഇത് എന്തിനു ചെയ്തു എന്ന ചോദ്യത്തിന് മാത്രം അവന് ആൻസർ ഇല്ല. ചാൾസ് കല്ലൻ 16 വർഷം ജോലി ചെയ്ത ഒരേ ഹോസ്പിറ്റലിൽ ഓരോ മരണത്തിന് അവൻ കാരണമുണ്ടാക്കി. ഇത്രയും കാലം ജോലി ചെയ്ത ഹോസ്പിറ്റലിൽ മരണ കൗണ്ട് കൂടി വരുന്നത് കൊണ്ടും ഇവനാണ് കാരണമെന്ന് അറിഞ്ഞിട്ടും ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ് പല കാരണങ്ങൾ പറഞ്ഞ് പിരിച്ചുവിടാണ്. ആക്ച്വലി ഈ സൈക്കോയെക്കാട്ടിലും സൈക്കോ ഹോസ്പിറ്റൽ അധികൃതരാണെന്ന് തോന്നുന്ന വിധത്തിലാണ് ഇവരുടെ നടപടികൾ. ഒരു ഹോസ്പിറ്റലിലെ മാനേജേഴ്സ് അല്ലെങ്കിൽ ഒരു വർക്കറെങ്കിലും ഒരാളെങ്കിലും ഇയാളെ പറ്റിയുള്ള വിവരം പോലീസിന് കൈമാറിയിരുന്നെങ്കിൽ കുറേ പേരുടെ ജീവൻ രക്ഷിക്കാമായിരുന്നു. ബട്ട് ഒന്നിനും ഇടം കൊടുക്കാതെ വെറും റെപ്യൂട്ടേഷൻ്റെ പേരിൽ വായ മൂടിക്കെട്ടാണ്. ഇതുപോലെ നല്ലൊരു പടത്തിൽ വീണ്ടും കാണാം.